നാട്ടുകാർക്കൊക്കെ ആള് കണ്ണിൽ ഉണ്ണിയായിരുന്നില്ലേ നാട്ടുകാരുടെ. പക്ഷെ അധികം ആൾക്കാർ അറിഞ്ഞില്ല കേട്ടോ. എല്ലാരും അറിയിക്കണ്ട കേട്ടോ. കാരണം ആള് ലാസ്റ്റ് ടൈം മുള്ളിക്ക് ഗ്യാങ് ഫണ്ട് തന്നപ്പോ ഒരു 150 കോടി കടം. ഒരു മിനിറ്റ്. ഒടുവിലെ യാത്രയ്ക്കായി അതെ അതെ അതെ. ഹലോ കേക്കാവോ? ചന്ദ്രൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഒരുമിച്ച് ശവത്തിന്റെ അടുത്ത് കസേര ഇടലെന്ന് പറ. കസേരയൊക്കെ ശവം കസേര ഇട്ടിരിക്കണ. ശവം കസേര ഇട്ടിരിക്കുകയാണ്. കസേര വെളിയിട്ടിരിക്കുവാ 4 പേര് കാണാൻ. ഇത് എതുവഴിയാ പോകണ്ടേ? കാര്യം പറയട്ടെ, നമുക്ക് തിരിച്ചു പോകാം. ഹോൺ അടിക്കില്ല പറയാൻ മള്ളി ഭയങ്കര അണായി. എടാ ഇത് എതുവഴിയാ പോകണ്ടേ? സ്നൈപ്പർ പാട്ടിട്ടാടാ മറ്റേ ഒടുവിലെ യാത്ര. എന്തൊക്കെ തമിഴ്നാട് ചവം കൊണ്ടുവന്നൊരു പാട്ടുണ്ട്. അമ്മിക്കല്ല് ആരിക്കല്ല് ആ സാധനം നമ്മള് പാടാം തൽക്കാലം. അത് കഴിഞ്ഞ് ഇപ്പൊ വേറെ പ്രിയജനമേ ഞാൻ പോകുന്നു ഹോണടിക്കല്ലേ. ഡോറൊക്കെ തുറന്നിട്ടുണ്ടോ? ബാക്കിലത്തെ ഡോർ തുറന്നത്. ആംബുലൻസിന്റെ ബാക്കിലത്തെ ഡോർ തുറന്നത്. ശവത്തിനെടുത്ത് ഓപ്പൺ ജീപ്പ് വെക്കണേ മള്ളി. നമുക്ക് ആംബുലൻസ് പുറകെ പോയല്ലോ. ഇടിക്കണ്ട. ഇപ്പൊ ഞാനല്ലോ ശവം. പണ്ടതിയല്ലേ. എടാ ഇത് എതുവഴിയാ പോകണ്ട? ആരെല്ലാം ഫ്രണ്ടിൽ പോയേ? എതുവഴിയാ പോകണ്ടെന്ന് വെച്ചാ മള്ളി കത്തിപ്പോയാട്ടോ. ഞാൻ കത്തിപ്പോയേ. കത്തിയോ? ഞാൻ ഇല്ല, വണ്ടിയിലില്ല. വണ്ടി അനങ്ങുവാണോ ഓടുവാണോ? ഓടുവാ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പൊ ചന്ദ്രന്റെ ശവത്തിന് കാവലിരിപ്പുണ്ട് ഇവിടെ വെളിയിൽ. ഒന്ന് സ്ലോ ചെയ്യോ വണ്ടി സ്ലോ ചെയ്ത് റിവേഴ്സ് എടുക്കാവോ? കൂടെ പിടിക്കാൻ പറ്റും നോക്കാൻ. ഓക്കെ മള്ളി അപ്പൊ ഓക്കെ കേട്ടോ. ഈ ബോഡി ഒന്ന് എടുത്തേക്കണേ. ഞാൻ കൂടെ പിടിച്ചോളാം. അത് ഞാൻ എത്തിച്ചേക്കാം കുഴപ്പമില്ല. പൊന്നുപോലെ നോക്കുമല്ലോ, കൊറേ നോക്കിയല്ലേ. നല്ല മനുഷ്യനായിരുന്നല്ലോ. ആംബുലൻസ് ഉണ്ടല്ലോ കാണുന്നില്ലേ? പക്ഷെ ഞാൻ പെർഫെക്റ്റ് ആയിപ്പോ. പക്ഷെ ആള് മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തോ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേനെ. അല്ല ആള് മരിച്ചില്ലാതെ തല്ലി കൊന്നേനെ. മറ്റേ 100 കോടി മറ്റേ ഗ്യാങ് ഫണ്ടിന്റെ കേസ്. എന്റെ തോളത്തോട്ട് ഇറക്കണം. ഹലോ 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 സാർ, എന്റെ പേര് ബേബി ജോൺ ആണ് സാർ. അയ്യോ ഞാൻ ഒരു മരണത്തിൽ നിൽക്കുവാണ്. ഞാൻ ഒരു മരണ ഫംഗ്ഷനിൽ നിൽക്കുവാണ്. ദേവി ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വാ കേറ് വാ. കേക്കാവോ? ആ കേക്കാം. പക്ഷെ ഞാൻ 15 മിനിറ്റ് കത്തിപ്പോയതാ. ഇപ്പോഴും എനിക്ക് കേക്കാം. ആണോ? പൂജാരി ഗ്യാഗോസ് വെയിറ്റ് ചെയ്യാൻ പറ. വരുത് മരണ ഫംഗ്ഷനോ? അയ്യോ പിന്നെ കേക്കണേ. ഇതാര് ശവത്തെ ആരാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ശവത്തിന് വേണ്ട ഒരു കൂട്ട്. അതുകൊണ്ടാ ചവാത്തിരിക്കണം നീ തന്നെ. ഇല്ലില്ല അവൻ ശവത്തെ കെട്ടിപ്പിടിച്ചിരിക്കണേ. സൈഡിൽ 2 ശവം ഇരിക്കും. 2 ശവം വീട് താഴെ.
എടാ നിങ്ങൾ ആ വണ്ടിയിൽ വേണം ഇത് തൂങ്ങിന്ന് വരാൻ പറ്റില്ലടാ. ഇവിടെ ഓൾറെഡി എന്നെ പോലെ ബാബുശേട്ടിനെ പോലെ 2 ശവം ഇരിപ്പുണ്ട്. എടാ കുറച്ച് സ്പീഡിൽ പോടാ, ഇത് നമ്മൾ എത്തൂല. എടാ 6 ഞെക്കി പിടിച്ചേ. എന്തിന്? അപ്പൊ സൈറൻ കേൾക്കും. 2 ഞെക്കി പിടിച്ചാൽ ലൈറ്റ് എത്തും. ഇതിപ്പോ സൈറൻ ഉണ്ടല്ലോ ഓൾറെഡി. അത് ഒന്നുകൂടി ഇട്. വേറെ സൈറൻ ഉണ്ട് 6 കേൾക്കുമ്പോ. വേറെ ശബ്ദ 6 സ്റ്റോണാ. നമ്മളിപ്പോ ഏകദേശം എവിടെ എത്തി കണ്ണാപ്പി? ഒതുക്കത്താറേ. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് മള്ളി. എപ്പോ എവിടെ ഇറക്കി അവിടെ? ആണോ? നിനക്ക് എത്ര PL ബാബു? എനിക്ക് അപ്പൊ തൊട്ട് ഇപ്പൊ വരെയും 11. സിലിണ്ടർ സൈസ് ഉണ്ടിൽ അതുപോലെ PVP ആൻഡ് ഹോസ്റ്റൽ സിറ്റുവേഷൻ ഇല്ല, ശവം കൊണ്ടൊന്നും ഇത് ബാധിക്കത്തില്ല. എടാ വാസു, ശവത്തിന് സേഫ് സോൺ. എന്ത് സേഫ് സോൺ? പറഞ്ഞു നോക്കി. എത്ര ഉണ്ട് PL? 15. സൈപ്പേ പാട്ടില്ല കേട്ടാ. ശവത്തിന് സ്നൈപ്പേ ഇല്ല ഇതിനകത്ത്. സൈപ്പ് ഉണ്ടല്ലോ. കണ്ണ ഞാൻ എവിടെ നിൽക്കുന്ന നോക്കിയാ ഞാൻ മറ്റേ തെറ്റിയിട്ടുണ്ട്. ഇപ്പം ശവത്തിന്റെ മടിയിരിക്കുക. എവിടെ ഇരിക്കുന്നത്? എവിടെ ലൊക്കേഷൻ എവിടെ നോക്കടാ? അത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശവത്തിന്റെ എങ്ങനെ പറയാനാ ബാബുശേട്ട്? ബാബുശേട്ടിന് ശവം ക്യാരി ചെയ്തത് ബാബുശേട്ടന്റെ ലൊക്കേഷനൊക്കെ അറിയുന്നത്. ഇത് ആരടാ ഈ ഓറഞ്ച് കൊണ്ട് ഇരിക്കണേ? പയ്യപ്പോടാ. എക്സ്ക്യൂസ് മീ മാം, ശവമാണ്. സ്വർണ്ണം കടത്തല്ലോ നമ്മള്. എടാ ഗ്യാഗോസ് പാട്ടിന് ശബ്ദിച്ചിരി കൊടുക്കണേ. DJ വണ്ടി അല്ല നമ്മൾ ഓടിക്കുന്നത്, ശവവണ്ടി. ഞാൻ ഈ ശവം നിന്റെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി കയറാം. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. ഇത് കൊമ്പൻ ബസ്സല്ല. കൊമ്പനല്ല. കുറയ്ക്കാൻ പറ്റുന്നില്ലേ? പാട്ട് കേട്ടോ, ഞാൻ പാടാം. അങ്ങോട്ട് പോവുകയാണ്. മറ്റേ ഇല്ല പാട്ടൊക്കെ ആംബുലൻസ് നിർത്തേണ്ടതാണ്. മള്ളി പിടിക്കപ്പെട്ടു. ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് വെളിയിറങ്ങ്. ആംബുലൻസിന്റെ വെളിയിറങ്ങ്. എടാ ബാക്കപ്പ് XMD കോണ്ടാക്ട് അവരുടെ വെഹിക്കിൾ ഇട്ടിട്ടുണ്ടെന്ന് പറ. ഇതൊക്കെ എന്ത് അണ്ടിയാണ് ഇതൊക്കെ? എടാ പിറ്റേല് നോക്കിക്കണ്ടോ പിറ്റേല് എന്റെ പൊന്ന് സാറേ, നമ്മളിത് അവരുടെ പെർമിഷനോട് കൂടി എടുത്തൊരു ആംബുലൻസാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഡെഡ് ബോഡി ഗ്യാങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ്, സത്യതല്ല. അല്ല, ഇവിടെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വന്നതിന് അതിന് കാണാൻ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് സാർ. മരിച്ചുപോയ ഒരാളല്ലേ, ഉള്ളിൽ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വണ്ടി എടുത്തു. ശവപ്പെട്ടി വന്നു. എന്ത് ഇത് നമ്മളെ പെർമിഷനോട് കൂടി എടുത്ത വണ്ടിയാണിത്. സംഭവം എന്താ വെച്ചാല് ഒരു XMD തന്നെയാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. അവരുടെ വെഹിക്കിൾ മിസ്സിംഗ് ആണ്. ഇതുപോലെ എന്തോ വണ്ടി 4-5 വട്ടം നിങ്ങൾക്ക് കയറി ഇടിച്ചിട്ട് എന്തോ എടുത്തോണ്ട് പോയതാണ് അവര് നമുക്ക് തന്നെ. അവര് പോയി. ഇതൊക്കെ എന്ത് അണ്ടിയാണ്? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുള്ളടാ. അവരടുത്ത് നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ട് നമ്മളിവിടെ ആരും ഉപദ്രവം ചെയ്യാതെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുവല്ലേടാ. ഇതൊക്കെ ഇത് എന്ത് കോപ്പി? ഇത് എന്ത് XMD-ക്കാർക്ക് ഇത്ര അറിയില്ല? അവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടല്ലേ വണ്ടി എടുത്തത്? അവരുടെ ഒരാൾ കത്തിപ്പോയാ നമ്മളെടുത്ത് എന്തെങ്കിലും കോപ്രായം കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവര് പറഞ്ഞ XMD-യിൽ ഒരാളെ കൊണ്ട് അത് വേണ്ട നമുക്ക്. അവന്റെ വണ്ടി വേണ്ട, കൊണ്ടുപോകാൻ പറ.
എല്ലാവരും വന്നാൽ എങ്ങനെയാ? ശവം അപ്പുറത്തെ വണ്ടി കയറ്റി കണ്ണാ. ഓ, ശവം അപ്പുറത്തെ വണ്ടിയാണോ? വേണ്ട സാറേ, വേണ്ട സാറേ. ശവത്തിന് ഈ വണ്ടി കയറ്റ്. നമ്മുടെ ശവം നമ്മൾ കൊണ്ടുപോയിക്കോളാം. ആ ഇതാകുമ്പോ റീത്ത് ഫിക്സർ ഉണ്ടല്ലേ ബാക്കിൽ തന്നെ. ഈ വണ്ടി തെറ്റി നീ കയറ്റി പോട്ടെ 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 പോട്ടെ. ആ വണ്ടിയിൽ എന്താണ് ഒരു പഞ്ചാരി വേണമൊക്കെ. അതെന്താ ചിക്കൻ? ഊത്തൊക്കെ ഓച്ചാ ഊതുന്നേ. രായണ്ണ ഊത്ത് ഊത്തല്ലേ ഇത്? പോട്ടെ പോട്ടെ പോട്ടെ. ഇത്ര പേർക്ക് പുള്ളി സിറ്റി പോലെ ജീവൻ ഉള്ളപ്പോ പോലും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പുള്ളിക്ക് അടുത്ത് തമിഴ്നാട് ശവമാണ് മാച്ച്. ഇത്ര മാച്ചായിട്ടൊരു ശവത്തെ വേറെ കിട്ടിയിട്ടില്ല. വരും വരും വരുമെന്ന് പറഞ്ഞു. ശവം ഏൽപ്പിച്ചിട്ട് പയ്യെ നമുക്ക് ശവം എത്തിക്കാം അങ്ങോട്ട് വാ. ശവം പോയി ശവം പോയി. അയ്യോ ശവം പോയി ശവം പോയി. ശവം ഒന്നും പോയില്ലടാ, അവിടെ ഉണ്ടോ? കസേര ശവമല്ലേ ഏട്ടാ. പൂ കണ്ടപ്പോ ബാക്കിലോട്ട് ആകർഷിച്ച്. സ്പീഡിൽ പോകുന്നു. ബാബു വന്നില്ല, അവരോട് വന്നിട്ട് ഒരുമിച്ച് പോകാൻ കഴിച്ചില്ല. എൻജോയ് ചെയ്ത് നിങ്ങൾ കാണാനുള്ളത് എൻജോയ് ചെയ്ത്. ഇതിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗ്യാപ്പ് കൊടുക്കണോ? ശവത്തിന് പിയല്ലും ഇല്ല പിന്നും ഇല്ല. ഒരു പ്രശ്നമില്ല. മനുഷ്യർക്കല്ലുള്ള മരിച്ചവന് പിയലെന്നാ. ശവം വെച്ചൊന്ന് ഡാൻസ് എല്ലാവർക്കും ഒന്ന് കാണാം ശവത്തിന്. ഇല്ലല്ല, മുതുക്കിലോട്ട് പോട്ടെ നമുക്ക് ഗ്യാങ്കോസ് വെക്കാം. എല്ലാരും ഗ്യാങ്കോസിലോട്ട് വിളിക്കാം. അങ്ങോട്ട് വാ. ആ ഊത്തൂതിയ ആളെ ലാസ്റ്റ് വിളിക്കാം. ഓരോ ഫംഗ്ഷൻ എടാ ആ ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്തുവണ്ടി എടുത്തോട്ട് വാ. ഊത്തുവണ്ടി ഫ്രണ്ടിലോട്ട് വാ. ഊത്ത് ഫ്രണ്ടി പോ. ആ പറടാ. ബോധവഴിയാകട്ടെ. കാരണവരെ കാണിച്ചിട്ടാണ് ബോഡി കൊണ്ടുവന്നത്. അങ്ങോട്ട് വിളിക്കാം. കാണിച്ചിട്ട് അവര് അറിയണ്ട. ഇപ്പം വിളിച്ചറിയിക്കുന്നതല്ലായിരിക്കും കേട്ടാ. ഇതൊക്കെ ആരോ തീയല്ലായി തുടങ്ങി കേട്ടോ വീണ്ടും. ബാബു വന്നാ. ആ വാ. ശവന്നല്ലേ കൊണ്ടുപോകുന്നേ. ഊത്ത് മാഫിയാണ് ഉറപ്പായത്. ഊത്ത് മാഫിയ പ്ലീസ്. ശവത്തിന്റെ ഡോറ് പോയേ. ചത്തവൻ എന്തിനാണോ ഡോറ്? കാരണം വാതിക്കേ പോണ്ടേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, സെർവർ കത്തി പോയിട്ട് ഒരു ശവം കത്തിയില്ല. അത് അവർക്ക് ഫീലിപ്പിക്കൊന്നുമില്ല. നമ്മളെ പോലെ PC ചെയ്തത്. ഇല്ലില്ല, ശവത്തിനൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശവം വീണാലും ശവത്തിനൊന്നും പറ്റൂല.
സൈഡ് യൂത്ത് ഇപ്പുറത്ത് മേളം അതെന്താണ് അത് ഫ്ലോട്ട് പോകുന്ന ഫ്ലോട്ട് ഉത്സവം അത് ഇതൊക്കെ കാണുന്ന പിത്തൽ ചെയ്യുന്നത് ബ്രോ. കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടിയാണ് ഇങ്ങനെ ഒരു ആർപ്പി ചെയ്യുന്നത്, അല്ലാതെ ഒരു ക്യാരക്ടർ അബ്യൂസ് ചെയ്യില്ല ഇവിടെ, മനസ്സിലായ? കണ്ണൻ ചേട്ടന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ആർപ്പി ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ കളിയാക്കാനും ഇതാക്കാനും ഒന്നും അല്ല ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കണ്ട ഇനി ആര്. കണ്ണൻ ചേട്ടനോട് ഓൾറെഡി പറഞ്ഞ് ഇതാക്കിയിട്ടാ ചെയ്യുന്നത് ഈ സിറ്റുവേഷൻ. പിത്തളണ്ട പിത്തളണ്ട എല്ലാരും ജില്ല അവളെ എനിക്കൊന്ന് മരിച്ചത് പുള്ളിയുടെ ആർച്ചല്ലേ അവൻ പറഞ്ഞിട്ട് പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞത് അല്ലാതെ പറഞ്ഞ ഞാൻ. ആ ബോഡി കൂടി ഇതിലോട്ട് കയറ്റിക്കോ. അവന്റെ ബാഗിൽ കയറ്റിയത് മരിച്ചില്ലല്ലേ? അല്ല റീത്തിന്റെ തൊണ്ട് റീത്ത് ബിക്സാ പെട്ടി ഇറച്ചി വെച്ചോ. എടാ ദൈവത്തിനോടൊന്ന് ചോദിക്കാം, അവിടെ ഒരു ശവപ്പെട്ടി എടുത്ത് തരാമെന്ന് ഗ്യാങ് ഹൗസില്. ഞാൻ ചോദിച്ചോ. അണ്ണാ ഗ്യാങ് ഹൗസിന് മുന്നേ പ്രദർശനം ഉണ്ടോ? പിന്നില്ലാതെ വാ. ഫ്രണ്ടിലൊക്കെ ഗൈസ് എല്ലാരും വിളിക്കുക ചില്ലാവ്. ആർപ്പി ആയിട്ട് മാത്രം കാണുക. പറഞ്ഞോ? ഓ വരാന്ന് പറഞ്ഞോ ദൈവം. ഇപ്പൊ റിപ്പോർട്ട് ഇട്ടേ ഇപ്പം വരും, എന്തായാലും വരും ഇങ്ങോട്ട്. ദൈവത്തിന് ശവം കാണുമ്പോ വരൂല്ല, അവർക്കല്ലേ അവരെ ഇവരെ ഇനി കാണാൻ പറ്റൂ, നമുക്ക് കാണാൻ പറ്റൂലല്ലോ. ഓ എന്തോ എന്റെ പൊന്നെ. വീഡിയോ വണ്ടി കെട്ടില്ല വീഡിയോ. അകത്താണ് എന്റെ അകത്താണ് കത്തി കണ്ണാപ്പി കത്തി അവൻ കത്തി അകത്തോട്ട് കൊണ്ട് അകത്തോട്ട്. ബാബു കേക്കാവോ? എടാ ഇത് ഫ്ലോട്ടായിട്ട് ശിവനെ കൊണ്ടുവന്നല്ല ഞാൻ. ഹലോ എല്ലാരും കത്തി. സിറ്റി കത്തി ഹലോ അയ്യോ ഹലോ അവൻ ചാറ്റിന്റെ കാര്യമാണ് പറഞ്ഞോ? ചാറ്റിന്റെ കാര്യമാണോ പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. ഹലോ കാർലോ എന്തു പറ്റി? ഹലോ അവിടെ പിത്തൽജി പോയി. കാർലോ എവിടെ പോയി? അയ്യോ
3 വർഷം മുമ്പ് പോയപ്പോ പുള്ളി എവിടെയോ ടൂർ പോയതാ വിചാരിച്ച പുള്ളി ചത്തുപോയി കാർലോ. ബോഡി ഇപ്പൊ കൊണ്ടുവരും ഗ്യാങ് ഹൗസില്. എല്ലാരും കുടുംബത്തോടെ വന്ന് അവസാനമായിട്ട് ഒന്ന് കണ്ടിട്ട് പോണേ. ഓ എത്ര കൂടിയോ ഈ ഞങ്ങള് മറ്റേ ഒരു ഇതിലായിരുന്നു. അയ്യോ കൺസൈൻമെന്റ് ആണോ? കൺസേപ്റ്റ് അല്ല മറ്റേ ഒരു ട്രഷറിന്റെ ഒരു 100 പരിപാടിയിലായിരുന്നു. ആണോ? അയ്യോ ട്രെയിൻ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണണേ. അയ്യോ നമ്മളിവിടെ ഉണ്ടാവും ഒന്ന് വരണേ. നല്ലൊരു മനുഷ്യനായിരുന്നു. ഹലോ ഹലോ എന്തേലും പറഞ്ഞായിരുന്നോ? അല്ല നല്ലൊരു മനുഷ്യനായിരുന്നു. ഹൈറും പറക്കത്തൊക്കെ പറച്ചോൻ തരട്ടെ. ചത്തുപോയാൾക്ക് എങ്ങനെ ആയുസും ബർക്കത്തും കിട്ടുന്നത് എന്റെ കാരണോ? അത് ശരിയാ. അവിടെ വരാം. അവിടെ വന്നിട്ട് നമുക്ക് ഓക്കെ കാർലോ. അത് തമിഴ്നാട്ടല്ലടാ ഡാൻസ് കളിക്കണ. പുള്ളി തമിഴ്നാട്ടിലല്ലടാ. അവരിങ്ങനെയാണോ വിഷമം എക്സ്പ്രസ് ചെയ്യുന്നത്? കട്ടായില്ല. ഇതെങ്ങനെ കട്ടാകുന്നത്? കട്ടായില്ല. കട്ടാകാൻ പറ്റുന്നില്ല. കട്ടാക്കാൻ പറ്റുന്നില്ലതാ. ഹലോ മുടിച്ചു പോണോ നീക്ക? കറക്റ്റ് നമ്മുടെ പിത്തൽജിയുടെ മരണദോഷം തന്നെ പ്രിയലടിക്കുന്നത്. നീയൊക്കെ പുഴുത്തിയാവോടാ. അയ്യോ അയ്യോ മന്ദാരൊക്കെ വന്നേ. നല്ല സഹിക്കാൻ പറ്റില്ല. എടുത്തിട്ട് വരാണോ അച്ചാട്ട് വരെ? എന്തെങ്കിലും കൊണ്ടുപോവാ. പറ്റുന്നില്ല. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ പുള്ളി വയ്യാത്ത കാലത്ത് പോലും വെടിവെക്കാൻ അറിയത്തില്ലേ പോലും മുന്നിലുണ്ടായിരുന്നു എല്ലാത്തിനും. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചതാ. കാശിക്ക് പോയതാണെന്നാ നമ്മൾ അറിഞ്ഞത്. മരണത്തിന്റെ കാരണം എന്തായിരുന്നു? പോയടാ ജമാലു. അണ്ണ ഒരു കാര്യം പറയണ്ടേ? എന്ത്? അണ്ണ ബീവിക്കനെ അടിക്കണം, അടുത്തിരിക്കണം. വെച്ചിട്ട് കൊച്ചുകൊണ്ടേ ഹലോ. എടാ ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്താണോ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? മരണ വീടോ? പിത്തൽജി പോയടാ. എങ്ങനെ? പുള്ളി കുറച്ച് നാൾക്ക് മുമ്പേ മരിച്ചു. ഇപ്പഴാ ബോഡി കിട്ടിയത്. അണ്ണാ ഞാൻ ചന്ദന്തിരിയായി വരണ്ണ. ചന്ദന്തിരി? എന്താ ചന്ദന്തിരി? മരിച്ച വീടാന്ന് എല്ലാരും അറിയണ്ടേ? ആ നീ ചന്ദന്തിരി വാഴക്കൊലയും കറുത്ത പൊടിയെല്ലാം ആയിട്ട് വാ. ടാർപ്പയും ജനറേറ്ററും എല്ലാം ആയിട്ട് ടിവിയുടെ ഗ്യാങ് ഹൗസിലോട്ട് വാ. ഞാൻ ആദ്യം പഴത്തില് കുത്തിവെക്കാം. എന്നാ അവിടെ മണം പിടിക്കും. കാണണം ഗ്യാങ് ഹൗസ്. പിന്നെ ആ ശവം അടക്കുന്നതിന് മുന്നേ ഒരു ദിവസം മിന്നി തന്നെ വേണമെന്ന് ഇപ്പൊ വിളിച്ചിരുന്നു കേട്ടോ. ശവം അടക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തേക്ക് മിന്നി തന്നെ വേണമെന്ന്. എന്തിന്? എന്തോ ഒരു പണ്ട് എന്തോ ഒരു തമ്മിൽ എന്തൊക്കെ കൊച്ചു കുസൃതികളുണ്ടായി. അതൊന്ന് ഓർമ്മ അയൽ വെക്കാനാണെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞിട്ടില്ലേ? പറയാം. ആൾക്കാരെയൊക്കെ അറിയിച്ചോണ്ടിരിക്കട്ടെ. എല്ലാരും വരുവേ. വന്നായിരുന്നു മള്ളി. 2 പേര് വന്നായിരുന്നു. 10 കോടി 20 കോടി പിറ്റലിച്ച് കൊടുക്കാനുള്ള കണക്ക് പറഞ്ഞിട്ട്. അങ്ങനെ വരുന്നവരെല്ലാം അടിച്ചിറക്കണം ഇവിടുന്ന്. നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇല്ലാത്ത കാശ് ചോദിച്ചു 1000 പേര് വരും. അത് ശരിയാ മള്ളി. പക്ഷെ അത് നോക്കണ്ട. പക്ഷെ ഈ അടക്കത്തിന്റെ ഒരു ചെറിയ ചെലവുണ്ടാവും. ഞാൻ ലാസ്റ്റ് ബില്ല് തരാവേ.
ഹലോ, ഞങ്ങളുടെ പിത്തൽജി പോയി ദർശന. പുള്ളിയെ പുലി അടിച്ചു വന്ന്. ഇതാണ് അടക്കം. ബോഡി എത്തിച്ചിട്ടുണ്ട് ഗ്യാങ് ഹൗസിൽ. കുറച്ച് കഴിയുമ്പോ വന്ന് കണ്ടിട്ട് പോണം. ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലേലോ. വന്ന് കാണണം ദർശന. ഒരു മിനിറ്റ്. ഹലോ, കേക്ക് പിത്തൽജി പോയി. കേക്ക് അത് പോയി. പിത്തൽജി അയ്യോ, അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറാ. ശരി, എവിടെ പോയി? മരിച്ചു പോയി. കേക്ക് അതെ കൊന്നേ. പുലി. പുലിയോ? ആ, പിത്തൽജിയും പുലി തമ്മിൽ എന്താ പ്രശ്നം? അതെന്താ പ്രശ്നം പറഞ്ഞൂടാ അവര് തമ്മിൽ. പുലി കൊന്നു പുള്ളിയെ. മോശമായി പോലെ എവിടെ ഉള്ളതെന്നിട്ട് പുള്ളിയുടെ ബോഡി ഗ്യാങ് ഹൗസിൽ ഇപ്പൊ കൊണ്ടുവരും. ആണോ? ഒന്ന് വന്ന് കാണണേ കേക്ക്. നമുക്ക് വേറെ ആരും ഇല്ലേ വിളിക്കാൻ? ഞാൻ എന്തായാലും വന്നേക്കാം. മിസ്റ്റർ എക്സിലെ എല്ലാരും വിളിച്ചോ? അത് വേണോ? ആ, എല്ലാരും കൊണ്ടുവന്നു. കറുത്തുടുപ്പിട്ട് വരണേ. അപ്പൊ ഡ്രസ് ഷോപ്പിൽ പോയേക്കാം. ഓക്കെ. ഓക്കെ. ഇനി ആരെയാ വിളിക്കുള്ളേ? കൃഷ്ണകുമാർ. സിറ്റി അനൗൺസ്മെന്റ് ഇടാം. ഒരു മിനിറ്റ്. എടാ, ഹലോ. എടാ, സിറ്റി അനൗൺസ്മെന്റ് ഒന്ന് ഇടാൻ പറയോടാ. ശവം എത്തിയോ? മരണ വീടല്ലേടാ ഇതൊരു. ചേട്ടനോ അടിച്ച വിഷമം മാറും. എടാ, അങ്ങോട്ട് വാ എല്ലാരും. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ദൈവത്തെ കൊണ്ടൊന്ന് അനൗൺസ്മെന്റ് ഇടിപ്പിക്കും. ശവം കൊണ്ടുവന്നിട്ട് ഉടനെ ദൈവത്തിനെ കൊണ്ടൊന്ന് അനൗൺസ്മെന്റ് ഇടിപ്പിക്കണം. ശവം വന്നതിന് ശേഷം. ഓക്കെ. പാമ്പ് വേലായത്. ആ, ബാബു പറ. എവിടെ? എടാ, ദൈവത്തിനോടൊരു ശവപ്പെട്ടി ചോദിക്കൂടാ. എവിടെ എവിടെ? വരുന്നത്. ആ, തിരുവേരി ബോഡി അവിടെ ഒന്ന് വരണേ. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ ആള് മരിച്ചോന്ന് പോലും ഡൗട്ടാ. എന്തൊക്കെയാ പറയണേ? മനുഷ്യനായിരുന്നല്ലേ കല്യാണത്തിന്